ഗുരുശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു. അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ കേരള ഘടകമാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. NK പ്രേമചന്ദ്രൻ MP പുരസ്കാര സമർപ്പണം നിർവഹിച്ചു. അഖിലേന്ത്യാ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷൻ കേരള ഘടകത്തിന്റെ ഗുരുശ്രേഷ്ഠ പുരസ്കാര സമർപ്പണം NK പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. പുതുതലമുറയുടെ ശില്പി എന്ന് വിശേഷിപ്പിക്കുന്നത് അധ്യാപക സമൂഹമാണ്. കാരണം അവരാണ് ഒരു തലമുറയെ ഏത് രൂപത്തിൽ വളർന്നു, എങ്ങനെയാണ് അവർക്ക് ദിശാബോധം നൽകുന്നത് എന്ന് കൃത്യമായ അവബോധം സൃഷ്ടിച്ചു കൊടുക്കുന്നത് അധ്യാപകരുടെ പരിശീലനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സമൂഹത്തിന്റെ സൃഷ്ടാക്കളാണ്, അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഒരു സമൂഹത്തിന്റെ ശില്പികളാണ് അധ്യാപക സമൂഹം എന്ന് പറയുന്നത്. ആ അധ്യാപകർ എക്കാലവും ആദരിക്കപ്പെടുന്നവരാണ്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ സ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ലോവർ പ്രൈമറി സ്കൂളിൽ എന്നെ പഠിപ്പിച്ച സുമാരക്കുറുപ്പ് സാർ ഉൾപ്പെടെയുള്ള എല്ലാ അധ്യാപകരെയും എന്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മാറിപ്പോവുകയാണ്. കോവൂർ കുഞ്ഞുമോൻ MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. സംഘടനാ പ്രസിഡന്റ് മാത്യു അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. CR മഹേഷ് MLA മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ന് കുട്ടികളെ തുറച്ചു നോക്കാൻ പാടില്ലാത്ത, എടിയെന്നോ എടായെന്നോ സ്നേഹത്തോടെയും അല്ലാതെയും വിളിക്കാൻ പറ്റാത്ത, ശിക്ഷയുടെ ഭാഗമായി ശരീരത്തിൽ തൊടാൻ പോലും പറ്റാത്ത, അങ്ങനെ തൊട്ടാൽ ആക്ഷൻ കൗൺസിൽ ഉണ്ടാക്കി ഞങ്ങളെപ്പോലെയുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ഇറങ്ങി കുട്ടിയുടെയും അധ്യാപകൻ്റെയും ജാതി നോക്കി അതൊത്തില്ലെങ്കിൽ അത് പറഞ്ഞു പരത്തി, പിന്നീട് സന്ധ്യ കഴിയുമ്പോൾ കടന്നൽക്കൂട്ടങ്ങളെ പോലെ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ആ അധ്യാപകനെയോ അല്ലെ അധ്യാപികയോ വിചാരണ ചെയ്ത് ഒന്നുകിൽ ഈ അധ്യാപകനെ സന്ധ്യയ്ക്ക് മുമ്പേ തട്ടി അകത്താക്കി, ഇല്ലെങ്കിൽ രാത്രിയിൽ എങ്ങനെയെങ്കിലും അധ്യാപകനെ കൊണ്ട് ആത്മഹത്യ ചെയ്യിക്കുന്നത് വരെയും ഞങ്ങളുടെ പരിപാടികൾ ഞങ്ങൾ തുറന്നുകൊണ്ടേയിരിക്കും. PK അനിൽകുമാർ, മണക്കാല ഗോപാലകൃഷ്ണൻ, ഐഷ, രജനി സുനിൽ, VN സദാശിവൻ പിള്ള, KG അജിത്ത്, രാഖി പ്രവീൺ, നിഷ സന്തോഷ്, PA ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.